بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല മുസ്ലിമായി നല്ല മുഅ്മിനായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിമായി മുഅ്മിനായി മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാവുകളെ സൂക്ഷിക്കണമെന്നതിൽ ഒരു ഖുതുബ നമ്മൾ ഇവിടെ നിർവഹിച്ചു. അതിൽ ഗീബത്ത്, ഏഷണി, ഗീബത്തിന്റെ മലയാളമാകുന്ന പരദൂഷണം, ആ വിഷയത്തിലേക്കുള്ള ചില കാര്യങ്ങൾ ഗൗരവമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ മിമ്പറിൽ നമ്മൾ വിശദീകരിച്ചു. ഇപ്പോൾ എല്ലാ മനുഷ്യരും കൂടുതൽ സംസാരിക്കുന്ന ഒരു സമയമാണ്. എന്താ അങ്ങനെ? രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ച സമയമാണ്. ഇവിടെ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചുരുങ്ങിയ ചില വാക്കുകളിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരെ നിരൂപണം നടത്തുന്ന സമയമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാഷ്ട്രീയ നിലപാട് എന്താകണമെന്നത് ഇസ്ലാമിൽ കൃത്യമായ വീക്ഷണവും കാഴ്ചപ്പാടുമുണ്ട്. ഇസ്ലാമിനെതിരാകുന്ന ഒരു രാഷ്ട്രീയം നമുക്ക് ഏതായാലും ഭൂഷണമല്ല, പാടില്ല. ഒരു പഞ്ചായത്ത് തല, വാർഡ് തല തെരഞ്ഞെടുപ്പുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മെമ്പർ നമ്മുടെ വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്തയക്കുമ്പോൾ അവിടെ നമുക്ക് നല്ല ദീർഘവീക്ഷണങ്ങൾ ഉണ്ടാവണം. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമായി കേരളക്കരയിൽ ആദർശ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ന വ്യക്തികൾക്ക് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പതിനായിരക്കണക്കിന് യുവാക്കളെ അണിനിരത്തുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രീയത്തിന്റെ പതാക നാം അവിടെ ഉയർത്തി കാണിക്കാറില്ല. പൊളിറ്റിക്കൽ രംഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ഒരു സമ്മേളനവും ഒരു കോൺഫറൻസും വിളിക്കാറില്ല. തൗഹീദി പ്രബോധകന്മാരായി മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ രാഷ്ട്രീയ രംഗത്ത് വേദി പങ്കിട്ടവരാണ്, നന്നായി സംസാരിച്ചവരാണ്. ഞാൻ പണ്ഡിതന്മാരുടെ പേര് പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളിയുടെ മിമ്പറിൽ കയറി ഖുതുബ നടത്തുകയും രാഷ്ട്രീയത്തിന്റെ വേദിയിൽ കയറി നന്നായി രാഷ്ട്രീയം പറയുകയും ചെയ്ത മഹാരഥന്മാരാണ് കഴിഞ്ഞുപോയ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ. അവർ രാഷ്ട്രീയ നേതാക്കന്മാരായതുകൊണ്ട് മതത്തെ അവർ പണയം വെച്ചിട്ടില്ല. അടിവരയിടണം, മതത്തെ അവർ പണയം വെച്ചിട്ടില്ല. രാഷ്ട്രീയത്തിനു വേണ്ടി അവർ എല്ലാവരും ഇഷ്ടപ്പെടട്ടെ എന്ന നിലക്ക് മതത്തെ അവർ മാറ്റിവെച്ചിട്ടില്ല. നിലവിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞപ്പോ മുൻകാല നേതാക്കന്മാർ പറഞ്ഞു അത് ഒരു
ദൈവാരാധനയുമായി ദീപാരാധനയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾക്കത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മുൻകാല നേതാക്കന്മാർ അടുത്തൊരു വേദിയിൽ അവരെ നിർബന്ധിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതെല്ലാ സ്ഥലത്തും നമുക്ക് നിലപാടുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ഉത്തരമില്ല എന്നാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും ജനാധിപത്യം നമുക്ക് നൽകുന്ന അവകാശത്തെക്കുറിച്ചും ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെക്കുറിച്ചും ഒക്കെ മിമ്പറിൽ നമ്മൾ വളരെ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് ബുദ്ധിയുള്ളവരാണ്, ചുരുങ്ങിയ വാക്കുകൾ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പാടില്ല. നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് അരാഷ്ട്രീയവാദവുമായി വന്നാൽ ഈ രാജ്യത്ത് നടക്കുന്ന തിന്മകൾക്ക് എതിരെ, അനീതിക്കെതിരെ, അസത്യത്തിനെതിരെ സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ഒരു മെമ്പർ പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്തിലോ അതല്ലെങ്കിൽ അസംബ്ലിയിലോ പാർലമെന്റിലോ ഇല്ലാതെ പോകും. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിലപാട് ഇവിടെ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കൽ തന്നെയാണ്. പക്ഷേ ദീനിനെ പണയം വെച്ചുകൊണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, കൂടുതൽ സ്ത്രീകൾ മത്സരിക്കുന്ന ഒരു സമയമാണ്. നല്ല ദീനുള്ള സ്ത്രീകൾ, അച്ചടക്കത്തോടുകൂടി നിന്ന സ്ത്രീകൾ, അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, വാർഡ് മെമ്പർ തലത്തിലേക്ക് മത്സരിക്കുന്നു. അവരുടെ ബാനറുകളും പോസ്റ്ററുകളും വരുന്നു. അവർ വീട് കയറി ഇറങ്ങാൻ ഒറ്റപ്പെട്ട രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അന്യപുരുഷന്മാരുടെ കൂടെ ഇറങ്ങി നടക്കേണ്ടി വരുന്നു. കാണുന്നില്ല? അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് എന്റെ ദീന് ഇല്ലാതെയാവും. വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നില്ല, ആരോടും കൊഞ്ചിക്കൊടയാം, ആർക്കും കൈ കൊടുക്കുക, ആരെയും കെട്ടിപ്പിടിക്കാം. ഞാൻ രാഷ്ട്രീയക്കാരിയാ. അപ്പൊ പിന്നെ എന്റെ ദീനൊക്കെ മാറി. അപ്പൊ എവിടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ദീനിനെ നമ്മൾ മാറ്റിവെക്കരുത് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാര്യം. റബ്ബ് ആ നിലക്ക് കാര്യങ്ങളെ പഠിക്കാനും ബോധ്യമാകാനുമുള്ള സൽബുദ്ധി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീയാ. അപ്പൊ തുടങ്ങി അവളെ കുറിച്ച് പറയുക, അവളെ പാസ്റ്റ്, ചിലപ്പോ ജീവിതത്തിൽ വല്ല പോരായ്മ ഉണ്ടാവാം, അത് പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു ഉണ്ടോ? അപവാദ വ്യഭിചാരോപണം, ആ പെണ്ണ് മോശാണ്, അവളൊക്കെ സ്ഥാനാർത്ഥിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ തെളിവുണ്ടോ? 4 സാക്ഷി ഉണ്ടോ? എന്റെ എതിർ കക്ഷിയായി മത്സരിക്കുകയാണ് അവള്. അതുകൊണ്ട് എന്തും വിളിച്ചു പറയാം. പീഡികത്തിണ്ടെങ്കിലിരുന്ന്, വരാന്തയിലിരുന്ന്, ഓവുപാലത്തിലിരുന്ന് എന്ത് കമന്റ്സും പറയാമെന്ന് ഒരു മുസ്ലിമിന് 5 നേരം നമസ്കരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധ്യമാകുന്നത്? എങ്ങനെയാണ് സാധിക്കുക? ആണിനെ കുറിച്ചാവട്ടെ, പെണ്ണിനെ കുറിച്ചാവട്ടെ, ഓരോ വീടുകളിൽ ചെന്ന് നടക്കാത്ത വാഗ്ദാനങ്ങൾ പറയുന്നു. ആരാ നിങ്ങളോട് പറഞ്ഞത് ആ മെമ്പർ അങ്ങനെ ചെയ്യുമെന്ന്? ജയിച്ചു വന്നാൽ ആദ്യത്തെ ഏർപ്പാട് നിങ്ങളുടെ ഈ പ്രദേശത്തെ ഇന്ന പദ്ധതിയാണ്. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാഗ്ദാനം പറയുന്നത്? ഇതൊരു മുസ്ലിമിന് യോജിച്ചതാണ്. പറ്റാവുന്നതും ഉറപ്പുള്ളതുമല്ലാത്ത ഒരു കാര്യം സംസാരിക്കാനാകുമോ മുസ്ലിമിന്? പറ്റുമോ? ഇവിടുന്ന് എന്താ പറയാനറിയോ? ഇത് രാഷ്ട്രീയല്ലേ? ഇതിങ്ങനെ തന്നെയാണ്. ചില ആളുകൾ പറയും, ആ വർത്താനൊക്കെ നീ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നടക്കാത്ത കാര്യത്തിന് പറയാം. നാടൻ ഭാഷ ആ സംസാരം എന്നോട് നടത്താൻ, അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ എന്താ പറയാ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ വിടൂല, ഉറപ്പ് പറയണം. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് എപ്പോഴാ പറയാലെന്ന് ആളുകൾ വിചാരിച്ച്, നീ വരുമോ നാളെ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പറ്റൂല.
ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ എപ്പോഴാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വരുമെന്നുറപ്പുള്ള, നീ കൊടുക്കുമെന്നുറപ്പുള്ള, നീ നൽകണമെന്നുറപ്പിച്ച, നീ നടത്തണമെന്നുറപ്പിച്ച ഉറപ്പുള്ള ഒരു വിഷയത്തിന് മാത്രമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയേണ്ടത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? നാളെ ഞാൻ 10 മണിക്ക് അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു വെല്ലുവിളിയാണ്. ഞാൻ നാളെ 10 മണിക്ക് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഉണ്ടാവും. എന്റെ ഭാഗത്ത് ഒരു തടസ്സമല്ല, ഞാൻ വരും ഇൻഷാ അല്ലാഹ്. നീ അല്ലാഹ് പുതിയൊരു തടസ്സം വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ എത്തും, ഉറപ്പാണ്. ഉറപ്പുള്ള വിഷയത്തിന് അത് പറയുന്നത്. ആളുകളോട് സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ പറയാ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം. ഞാൻ ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഖാല നബവി റഹിമഹുല്ലാഹ്, ഹദീസിലേക്ക് ഞാൻ വരാം. ഇമാം നബവി പറയാണ്, ഹിയ നമീമ, ഈ നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഖുൽ കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദ്, മനുഷ്യർക്കിടയിൽ ചിലർ ചിലരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കലാണ്. നമ്മൾ ചിലരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കലാണ്. എന്തിനാ സംസാരം? അലാ ജിഹത്തിൽ ഇഫ്സാദ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച്, ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ച്, നല്ല രൂപത്തിൽ പോകുന്ന മനുഷ്യരെ പരസ്പരം തെറ്റിക്കണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരിലേക്ക് എത്തിക്കുന്ന സംസാരമാണ് നമീമത്ത്. ഉണ്ടോ ഇല്ലേ? പരിശോധിക്കണം. ഞാൻ വേഗം പറഞ്ഞു പോകാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മ, ഒരു മനുഷ്യന് പാപമായി ഇത് തന്നെ മതി. ഒരു മനുഷ്യന് പാപമായി ഇത് തന്നെ മതി. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, അടിവരയിടണം, ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ സംസാരിക്കുക എന്നത് മതി ഒരു മനുഷ്യന് കടുത്ത പാപമായി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളൊക്കെ സംസാരിക്കുന്നത്? ചില കഥകളൊക്കെ കേട്ട അത്ഭുതത്തിൽ കണ്ണ് നിറയും, ആശ്ചര്യഭരിതനാകും, അത്ഭുതപ്പെടും. അവനോട് ചോദിക്കുക, നീ കണ്ടോ? ഞാൻ കണ്ടതല്ല, എന്റെ എളാപ്പാന്റെ മോൻ പറഞ്ഞതാ. പിന്നെ അന്വേഷിച്ച് എളാപ്പാന്റെ മോനോട് വെച്ച് പറഞ്ഞു, എനിക്ക് സത്യത്തിൽ അറിയില്ല, പിന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞതാ. ഇതിന് ബേസ് ഒന്നും ഉണ്ടാവില്ല. ഈ കേട്ടതിന്മേൽ കേട്ട് ഇങ്ങനെ സംസാരിച്ചു പോവുക. അവസാനം സത്യം അറിയുമ്പോഴേക്ക് ഈ മനുഷ്യനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ പോയി നിങ്ങൾ മാപ്പ് ചോദിച്ചു, മുറിവുണങ്ങോ? മാപ്പ് ചോദിക്കുന്നത് വേറെ വിഷയം, പരലോകത്തിലേക്ക് മാറ്റിവെക്കരുത്. പക്ഷെ ഈ മുറിവുണങ്ങോ? എല്ലാവർക്കും തിരുത്താൻ പറ്റും. അപവാദം പറഞ്ഞുണ്ടാക്കി പത്രത്തിൽ വലിയ വാർത്ത വന്നു. പിന്നെ തിരുത്തോ ചെറിയ പെട്ടിക്കോളത്തിലായിരിക്കും. വെണ്ടക്ക നിരത്തി വാർത്ത കഴിഞ്ഞു, 2 മാസം ചർച്ച ചെയ്യും. അവസാനം അത് ശരിയല്ലെന്ന് കണ്ട് തിരുത്ത് പത്രത്തിന്റെ ഉൾപേജിൽ. ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ പെട്ടിക്കോളത്തിൽ ഒരു തിരുത്ത്. ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നതല്ലേ? അല്ലേ? എല്ലാ സ്ഥലത്തുണ്ട്. ജയിലിൽ കിടക്കുന്ന ആളുകൾ അവസാനം നിരപരാധിയാണെന്നറിഞ്ഞ് 2-3 വർഷമൊക്കെ ജയിലറക്കുള്ളിൽ കിടക്കേണ്ടി വന്ന മനുഷ്യന്മാരില്ലേ? വർഷങ്ങളോളം കിടക്കേണ്ടി വന്നവരില്ലേ? ശരി, അവരുടെ ശാരീരികമായ പ്രശ്നം, പ്രയാസം അവിടെ നിൽക്കട്ടെ, മാനസികമായ വേദന ആര് നികത്തിക്കൊടുക്കും? അവരുടെ അഭിമാനം ആര് നികത്തിക്കൊടുക്കും? പറഞ്ഞുണ്ടാക്കിയവർ, കെട്ടുകഥ വെച്ചവർ, സാക്ഷി നിന്നവർ, കൂട്ടുനിന്നവർ എവിടെ ഉത്തരം പറയും? ഇതൊക്കെ നമ്മൾ ശരിക്ക് ചിന്തിക്കണം, ആലോചിക്കണം. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയാ, ഖാലത്ത്, ആ മഹദി പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഉഖ്ബിറുക്കും ബിശറാറിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവന്മാരെ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവന്മാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവന്മാർ പള്ളിയിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവും, ഒന്നാമത്തെ സൊഫിൽ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. നാവിനെ സൂക്ഷിക്കാൻ കഴിയാത്ത കുറെ ആളുകൾ, ഒരു വക്ത് നിസ്കാരം കളയാത്ത മനുഷ്യന്മാർ ഓടി. നിസ്കാരം കളയാൻ പാടില്ല, പക്ഷെ പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരെ പച്ച മാംസം തിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവന്മാരെ
കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ബല, അതെ പറഞ്ഞു തരൂ നബിയേ. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മശാഊന ബിന്നമീമ, നമീമത്തുമായി നടക്കുന്നവരാണ്. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, ഇഷ്ടപ്പെട്ടവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. അൽ ബാഗൂന അൽ ബറാ അൽ അനത, നിരപരാധികളായ മനുഷ്യരുടെ നാശം കൊതിക്കുന്നവരാണ്. എന്താ പറഞ്ഞ? നിരപരാധികളായ മനുഷ്യരുടെ നാശം. ചില ആളുകൾ ചില കേസിന്റെ പിറകെ പോകും. ഇവന് ഒരു ലാഭമില്ല, ഇവന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷെ അവനെ വിടാൻ തയ്യാറല്ല. നിരപരാധിയായ ഒരു മനുഷ്യന്റെ നാശം അവനെ മൂക്ക് കുത്തിപ്പിക്കണമെന്ന ചിന്തയിൽ പിറകെ ചുഴിഞ്ഞ് കുത്തിയാൽ അന്വേഷിച്ച് അവന്റെ പിന്നാലെ കൂടുന്ന, സൈക്കിൾ എടുത്തുകൂടെ എന്ന നാടൻ ഭാഷയിൽ പറയുന്നത്. ചില ആളുകളുണ്ട്, അസൂയായിരിക്കും ചിലപ്പോ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലിപ്പ കാലത്തോ ഏതെങ്കിലും കാലത്തുള്ള ഒരു വൈരാഗ്യമായിരിക്കും, വിടാൻ തയ്യാറല്ല. അതിന്റെ പിറകെ നടക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 വിഭാഗത്തെ എണ്ണി. ഒന്ന്, ഏഷണിയുമായി നടക്കുന്നവർ, ഇഷ്ടപ്പെട്ട മനുഷ്യർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. അവരെ രണ്ടുപേരും തെറ്റിച്ചിട്ടേ ഇവൻ അടങ്ങും. അത് ആദ്യമൊക്കെ കേൾക്കുമ്പോ തോന്നിയോ അവൻ നമ്മളെക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയണേ. പിന്നെ നിരന്തരം ഇങ്ങനെ കേൾക്കുമ്പോ തോന്നി സത്യാണോ. പിന്നെ പതുക്കെ വഴക്കായി, പ്രശ്നമായി. അപ്പൊ ഇവനിങ്ങനെ ശരിക്ക് പിരികെട്ടി കൊടുക്കും. ഇവര് തമ്മിൽ അടിയായാൽ പിന്നെ അവൻ അടുത്ത ആളുകളിലേക്ക് വഴിമാറും. പിന്നെ ഇവര് രണ്ടാളും ശത്രുക്കളായി. ഇനി അവരേറ്റും. ഈ പണിയെടുക്കുന്ന ആളുകളുണ്ട്, കുടുംബത്തിലുണ്ടാവും അങ്ങനത്തെ ടീം. ജ്യേഷ്ഠനെ അനിയനെ തെറ്റിപ്പിക്കുന്ന, എളാപ്പയെ മൂത്താപ്പയെ തമ്മിൽ തെറ്റിക്കുന്ന, മക്കളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. പല ഫിത്നകൾ ഉണ്ടാക്കും. അതിന് സിഹറിന്റെ പണിക്ക് പോകുന്ന ആളുകളുണ്ട്, ഫിത്നകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, കള്ള നുണയും പ്രചാരണവും നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തെ തല്ലി തകർക്കാൻ, വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്ന ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാൻ ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നാവിന്റെ മുടക്കേ ഉള്ളൂ, ക്യാഷിന്റെ മുടക്കില്ല. ചില ആളുകൾക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല, രാവിലെ നേരം വെളുത്താ ഇറങ്ങുക പുറത്തൊക്കെ. എങ്ങോട്ടാ പോണേ? പ്രത്യേകിച്ച് അങ്ങോട്ടില്ല, പിന്നെ അങ്ങാടി പോയിരിക്കുക. ഇതങ്ങനെ നോണയും പറഞ്ഞ് കളവും പറഞ്ഞ്, പ്രത്യേകിച്ച് ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ സമയ, മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ റെക്കോർഡിങ്ങനെ ശരിക്ക് ഒരു സ്ക്രീനിലിട്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരെ കുറിച്ചും MLA-മാരെ കുറിച്ചും MP-മാരെ കുറിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എഴുതണമെങ്കിൽ എത്രയോ കനുള്ള പുസ്തകം വേണ്ടി വരും. വെറുതെ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാനൊരു പണ്ഡിതന്റെ കൂടെ ഇങ്ങനെ കാറിൽ പോവാ, പെട്ടെന്ന് ഞങ്ങള് വലിയ വേഗതയിലല്ല, നമുക്ക് അനുവദിച്ച ഒരു 60-ന്റെ 70-ന്റെ ഇടയിലുള്ള ഒരു വേഗതയിലാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ചെടികളൊക്കെ നിൽക്കുന്ന ഇടയിൽ നിന്ന് ഒരാള് റോഡ് ക്രോസ് ചെയ്ത് ഓടിയാൽ നമ്മളൊന്ന് നെട്ടിപ്പോകും. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താണ് ഈ മനുഷ്യൻ ചെയ്തത്? ഞാനെ ചിന്തിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, വണ്ടി സൈഡാക്കും. എന്റെ കൂടെ ഉള്ള ആള് പറഞ്ഞു, വണ്ടി സൈഡാക്കും. ഞാൻ ചോദിച്ചു, എന്തിന്? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല എന്താണ് അയാൾ ചെയ്തത്, നമുക്ക് അയാളോട് സംസാരിക്കാം. അല്ല, അതിനിപ്പോ നേരല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, വിട്, വണ്ടി വിട്. പിന്നെ നമ്മൾ അയാളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ കേൾക്കൂലല്ലോ. എല്ലാരും പറഞ്ഞോലില്ല അങ്ങനെ. എന്താ അയാളെ കഥ? ചങ്ങാതി ഒക്കെ പറഞ്ഞിട്ട് അയാൾ കേൾക്കുവോ? അയാൾ അറിയുന്നുണ്ടോ? പലതും പറയുന്നുണ്ടാവും. ഇവിടെ നിന്നല്ല, പല വർത്തമാനങ്ങളും പറയുന്നുണ്ടാവും. തെറിയൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടാവും. ഗ്ലാസ് ഇട്ടിട്ട് അയാളെ തെറി വിളിച്ചിട്ടുണ്ടാവും. അയാൾ കേട്ടിട്ടുണ്ടാവും. അയാൾക്ക് പ്രതികരിക്കാൻ പറ്റുമോ? അയാൾ അറിഞ്ഞിട്ടേ. പക്ഷെ വെറുതെ കാറിൽ നിന്നിങ്ങനെ പുലമ്പും. അപ്പൊ എന്നോട് അയാൾ പറഞ്ഞു, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എന്താ അയാൾ ചെയ്തത്? അപ്പൊ എന്നോട് അയാൾ പറഞ്ഞു, വണ്ടി സൈഡാക്കും, എന്നിട്ട് നമുക്ക് അയാളോട് സംസാരിക്കാൻ. അതിന് നേരല്ല. എന്നാ പിന്നെ അൽഹംദുലില്ലാ, വണ്ടി വിട്, പോവാ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ദിക്ർ ചൊല്ലി പോവാ. അല്ലേ? ഞാൻ പറയുന്നത് അവിടെ വരെ സൂക്ഷ്മത പാലിക്കണമെന്ന്, അവിടെ വരെ സൂക്ഷ്മത പാലിക്കണമെന്ന് ഒരു വിശ്വാസിയുടെ നിലപാടാണ്. എന്നിട്ട് മനുഷ്യർ നാവിനെ സൂക്ഷിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം പറഞ്ഞ്, നിരപരാധികളായ മനുഷ്യരുടെ നാശം കൊതിക്കുന്നവർ. ഈ ഹദീസിന്റെ തുടക്കം എന്താണെന്നറിയോ? അഫലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആരെ കുറിച്ച്? ബിശറാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരെ കുറിച്ച്. റബ്ബ് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അനസ് ഇബ്നു മാലിക്
റളിയല്ലാഹു അൻഹു പറയാ ഖാല അദ്ദേഹം പറഞ്ഞു ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഉരിജ ബി മറർതു ബിഖൗമി ലഹും അദ്ഫാറുൻ മിൻ നുഹാസ്. ഗൗരവമുള്ള കാര്യമായിട്ടോ. മിഅ്റാജിന്റെ ആ രാത്രിയിൽ, മിഅ്റാജിന്റെ വേളയിൽ ഞാനിങ്ങനെ നടക്കുമ്പോ, മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗ്ഗ നരകമൊക്കെ കാണിച്ചു കൊടുത്ത ദിവസമല്ലേ? ശരി, ആ സമയത്ത് ഞാൻ നടക്കുമ്പോ, ഒരു ടീമിന്റെ അടുത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോ അവർക്കുണ്ട പ്രശ്നം എന്താ അറിയോ? ആ അദ്ഫാറുൻ മിൻ നുഹാസിൻ യഖ്മിശൂന വുജൂഹും വസുദൂറഹും. ചില ആളുകളുടെ മുഖത്തും നെഞ്ചിലും ഇരുമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ മാന്തി പൊളിക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇരുമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ച് ചില മനുഷ്യരുടെ മുഖം ഇങ്ങനെ മാന്തി പൊളിക്കുന്നു. വസുദൂറഹും, ചില ആളുകളുടെ നെഞ്ചിടങ്ങൾ ഇങ്ങനെ മാന്തി പൊളിക്കുന്നത് ഞാൻ കണ്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഫഖുൽതു, ഞാൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? മനാഹുലാ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ ഈ മനുഷ്യർ? ജിബ്രീലാണല്ലോ കൊണ്ടുപോകുന്നത്. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ഓ ജിബ്രീലേ, ആരാണിവർ? ഈ മുഖം ഇങ്ങനെ ഇരുമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ച് മാന്തി പൊളിച്ച്, നെഞ്ചിടം ഇങ്ങനെ ഇരുമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ച് മാന്തി പൊളിച്ച് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർ ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി വന്നു, ഖാല ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ഇവർ ജനങ്ങളുടെ മാംസം തിന്നുകൊണ്ടിരുന്നവരായിരുന്നു. ജനങ്ങളുടെ മാംസം. ഇന്ന് നേരം വെളുക്കട്ടെ, സുബഹി കഴിഞ്ഞ് ജുമുഅന്റെ ഇടയിൽ ചെറിയൊരു സമയം കിട്ടി, ഒരു 6 മണിക്കൂർ, എത്ര മനുഷ്യരുടെ പച്ചമാംസം തിന്നിട്ടുണ്ടാവും? എന്നിട്ട് നമ്മൾ പള്ളിയിൽ അരമണിക്കൂർ നേരത്തെ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ലാ ഹൗല വലാ ഖുവത, ഇതൊന്നും വേണ്ടെന്നല്ല. രാവിലെ സുബഹി കഴിഞ്ഞ് ജുമുഅന്റെ ഇടയിൽ എത്ര മനുഷ്യരെ കുറിച്ച് സംസാരിച്ചു? ഒരു രോഗിയെ സന്ദർശിച്ചോ? സമയം കിട്ടിയിട്ട് വെറുതെ ഇരിക്കരുത്, മൊബൈലിലും കളിച്ചിട്ട്. ആ അയൽപ്പക്കത്ത് ഒരു രോഗിയുണ്ട്, പോയി കണ്ടോ? ഒന്ന് ആശ്വസിപ്പിച്ചോ? നാട്ടിലൊരു മരനുണ്ട്, ആ മയ്യത്തിന്റെ കൂടെ ഒന്ന് നടന്നോ? നാട്ടിൽ വേദനിക്കുന്ന മനുഷ്യന്റെ 1 കിലോ അരി അയാളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചോ? കൂടുതൽ വേണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്നത് ആരും അറിയാതെ ഒരു 100 രൂപ അയാളുടെ കയ്യിൽ ആരും അറിയാതെ, എനിക്ക് കൂടുതൽ തരാൻ കഴിയില്ല, ഞാൻ കൂലിപ്പണിക്കാരനാ, ഇത് കയ്യിൽ വെച്ചോട്ടോ എന്ന് പറഞ്ഞു കൊടുത്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നൊരു മയ്യത്തിന്റെ കൂടെ പോയവരൊന്ന് കൈപൊക്ക്, ഇന്നൊരു രോഗിയെ സന്ദർശിച്ചവരൊന്ന് കൈപൊക്ക്, ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്തവരൊന്ന് കൈപൊക്ക്. എല്ലാറ്റിനും സഹാബത്ത് കുറെ ആളുകളുണ്ട്, എല്ലാറ്റിനും മറുപടി പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുന്നിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഒത്തുവന്ന ഒരാൾ പരലോകത്ത് നഷ്ടകാരിയാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സമയം കിട്ടിയില്ലേ? എന്നാ അതൊന്നുമില്ല, വെറുതെ ഭാര്യനോട് മറ്റൊരാളെ കുറിച്ച് പറയാ, ഭർത്താവിനോട് മറ്റൊരാളെ കുറിച്ച് പറയാ, മക്കളെ ഇരുത്തിയിട്ട് പറയാ, മക്കളെ ഇങ്ങോട്ട് പറയാ, കാര്യമായിട്ടുള്ള പണിയല്ല. എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ മാംസം ഇവർ തിന്നുന്നവരായിരുന്നു. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവരായിരുന്നു. ചില ആളുകൾക്ക് സദസ്സിലിട്ട് മറ്റുള്ളവരെ ഒന്ന് തരം താഴ്ത്തിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. ചില ആളുകൾ പറയുന്ന വാക്കിനെ കേട്ടിട്ടുണ്ട്, ഇപ്പോഴെനിക്ക് സമാധാനമായത്, 4 വാക്ക് ഞാൻ അങ്ങാടിയിലിട്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സമാധാനമായിട്ടുണ്ടാവും, പക്ഷെ നിന്റെ പരലോകത്ത് നിനക്ക് നേരെ നിൽക്കാൻ പടച്ചോ നിന്നെ സമ്മതിക്കൂല. നിനക്ക് താൽക്കാലിക ഭൂമിയിൽ സമാധാനം തോന്നുന്നുണ്ടാവും, പക്ഷെ നിന്നെ നേരെ നിൽക്കാൻ റബ്ബ് അവന്റെ കോടതിയിൽ സമ്മതിക്കൂല. ഒന്ന് താന്നു കൊടുത്താൽ നഷ്ടപ്പെടാനൊന്നുമില്ല. നല്ല നെഞ്ചൂക്കുള്ള ചെറുപ്പക്കാരാ, ജിമ്മിനും കരാട്ടക്കും കളരിക്കും ശാരീരിക പയറ്റിനൊക്കെ പോകുന്ന ചെറുപ്പക്കാരാ, നീ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്നെ അപമാനിച്ചു, അയാൾ ക്ഷമിച്ചു കൊടുക്ക്. നിനക്ക് തല്ലാൻ അറിയാം, നിനക്ക് വേണമെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താൻ കഴിവുണ്ട്. ആ സമയത്ത് നീ ക്ഷമിച്ചു. എനിക്ക് നിങ്ങളെ തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങളെ പിടിച്ചു പൊക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഞാൻ ക്ഷമിക്കും, ഞാനൊരു മുസ്ലിമാണ് പറയാൻ പറ്റുമോ? എങ്കിൽ കോപവും ദേഷ്യവും വരുമ്പോ സ്വന്തം ശരീരത്തെ ആത്മനിയന്ത്രണം ചെയ്യുന്നവനാണ് എന്റെ മതത്തിൽപ്പെട്ട ഗുസ്തിക്കാരനെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാ നമ്മളെ കൂട്ടത്തിൽ നല്ല ചാമ്പ്യൻ? ആരാ? നല്ല ദേഷ്യം വന്നപ്പോ പിടിച്ചു നിന്നു. മനസ്സിലായില്ലേ? നല്ല ദേഷ്യക്കാരൻ, പക്ഷെ അത് ക്ഷമിച്ചു, പുറത്തു കൊടുത്തു, സാരല്ല.
അപ്പൊ ആളുകളൊക്കെ പറയും, ഇത്രയും തണ്ടും തടിയും വലിപ്പുണ്ടായിട്ട് എനിക്കൊരു 2 വാക്ക് തിരിച്ചു പറഞ്ഞുകൂടായിരുന്നു. ഇല്ല, ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ തോറ്റവനാണ്, സാരമില്ല, എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ജയിച്ചാൽ മതി. പറയാൻ കഴിയോ? പറയാൻ കഴിയോ? അവിടെയാണ് നമ്മുടെ ദീന്, പ്രിയപ്പെട്ടവരെ, ദുനിയാവും തമ്മിൽ മാറ്റുരച്ചു നോക്കുന്ന കേട്ടോ ഉരസ് കല്ല് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് മെമ്പറിന് വേണ്ടി, ആ ബ്ലോക്ക് മെമ്പർക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ നടക്കുക. രാഷ്ട്രീയത്തിന്റെ സമയ ഇത് മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടി നമ്മുടെ പരലോകം കളയുന്നവരായി മാറാൻ നമ്മൾ. നടന്നോളി, കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നുണ പറയരുത്, കളവ് പറയരുത് കേട്ടോ, ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ പറയരുത്. ഇതൊക്കെ കേട്ടിട്ട് മെമ്പറിനെ അങ്ങനെ ചിരിക്കും, നീ എന്തിനാ അത്രയൊക്കെ പറഞ്ഞത്? ഓട്ടെ, രാഷ്ട്രീയല്ലേ, അടിച്ചു വിടുക. മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടി നമ്മുടെ പരലോകം കളയുക, നമ്മുടെ പരലോകം കളയുക വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രാഷ്ട്രീയം എന്നല്ല, മതം, എല്ലാ വിഷയത്തിലും അധികാരമോഹികൾ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്ര വാർത്ത വന്നു, സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോ മൂപ്പരില്ല, വെള്ളത്തിൽ ചാടി. കണ്ടോ എന്തൊരു മനുഷ്യരത്! പാർട്ടി വിട്ടു. ഇത്രയും കാലം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്ഥാനാർത്ഥിയാക്കും. പാർട്ടി വിട്ടു, വിട്ടോട്ടെ, കുഴപ്പമില്ല. പിന്നെ വെള്ളത്തിൽ ചാടി മരിക്കുക, വിഷം കുടിക്കുക, കയറിൽ കെട്ടിത്തൂങ്ങുക. കേൾക്കുന്നില്ലേ വാർത്ത? ഞാൻ അങ്ങോട്ട് പോകുന്നു. അത്യാർത്ഥി, ചെറിയ അധികാരം കിട്ടിയവർ മാറിക്കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയെന്ന് അറിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആയവന് പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആവണം. ഞാൻ അടുത്ത പ്രാവശ്യം ബ്ലോക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇയാൾ അങ്ങോട്ട് പോകാം, മാറിക്കൊടുക്കുന്ന പ്രശ്നമില്ല. പുതിയ ആളുകൾ വരട്ടെ, വരുമോ? ഇല്ല. വഴിമാറി തരണ്ടേ ഈ ആളുകൾക്ക്? എല്ലാ രംഗത്തുമുണ്ട്. ക്ലബിൽ ഉണ്ടാവാം, സാംസ്കാരിക ക്ലബുകളിൽ ഉണ്ടാവാം, മതരംഗത്തുണ്ടാവാം. അധികാരം മോഹിക്കരുത്. എന്നാൽ നമ്മെ ദീനിന്റെ ഒരു കാര്യം, ഇപ്പൊ ഈ പള്ളി നടത്തി പോകാൻ ഇതിനൊരു സെക്രട്ടറി വേണം, പ്രസിഡന്റ് വേണം. നമ്മൾ ജനറൽ ബോഡി കൂടിയിട്ട് പറയാം, ഇന്നാളാവട്ടെ പ്രസിഡന്റ്. അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നിർവഹിക്കാനുള്ള, പടച്ചവന് മാത്രം സുജൂദ് ചെയ്യാനുള്ള പള്ളിയുടെ അധികാരം എന്നെ ഏൽപ്പിക്കുമ്പോ ആളുകൾക്ക് തോന്നി എന്നെ അതിന് പറ്റും, ഞാൻ ഒഴിഞ്ഞു മാറരുത്, എനിക്കതിന് കഴിവുണ്ടെങ്കിൽ ഏറ്റെടുക്കണം. പക്ഷെ നാം ആഗ്രഹിക്കരുത്. മീറ്റിംഗിന് വരുമ്പോ എന്നെ ആക്കും സെക്രട്ടറി പ്രതീക്ഷിച്ച് വരരുത്. ആളുകളാക്കിയാൽ ഏറ്റെടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോളൂ, ഇന്നക്കും സതഹരിസൂന അലൽ ഇമാറ. നിശ്ചയമായും നിങ്ങൾ അധികാരത്തിനോട് ആർത്തിയുള്ളവരാണ് മനുഷ്യർ. വസതഖൂനു നദാമതൻ യൗമൽ ഖിയാമ. ഒന്ന് മനസ്സിലാക്കിക്കോ, ആ അത്യാർത്ഥി, അധികാരത്തിന്റെ അത്യാർത്ഥി ഉണ്ടല്ലോ, നാളെ പരലോകത്ത് നിനക്ക് ഖേദമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിശ്ചയിക്കട്ടോ. ആര്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണറായി നിശ്ചയിക്കാണ് ഒരു പ്രദേശത്തെ. നീ കേട്ടോളൂ, അന്നബീദർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി ഖാല ഫളറബ ബിയദി അലാ മൻകിബി. നബിയെ, നിങ്ങൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് നബിയോട് അങ്ങോട്ട് ചോദിക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈയും അബൂദറിന്റെ ഷോൾഡറിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു. അബൂദറിന്റെ ഷോൾഡറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷോൾഡറിൽ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. എങ്ങനെ? ഫളറബ ബിയദിഹി അലാ മൻകിബി, എന്റെ ഷോൾഡറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഖാല യാ അബൂദർ, ഓ അബൂദറേ, ഇന്നക ലഈഫുൻ, നീ ദുർബലനാണ്. എന്താ പറഞ്ഞേ? ഇന്നക ലഈഫുൻ, നീ ദുർബലനാണ്, നീ അശക്തനാണ്. വഇന്നഹാ അമാനത്തുൻ, പക്ഷേ വലിയൊരു അമാനത്താണ്. എന്ത് ഏറ്റെടുക്കുക? ഈ പദവി ഏറ്റെടുക്കുക എന്നുള്ളത്. വഇന്നഹാ യൗമൽ ഖിയാമ, അബൂദറേ, ഖിയാമത്ത് നാളിൽ ഈ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമുണ്ടല്ലോ, ഖിസിയുൻ, നിന്യതയാണ്, വനദാമ, ദുഃഖമാണ്. അബൂദറേ, ഇപ്പൊ ഏറ്റെടുക്കാൻ പോകുന്ന ഈ പദവി ഉണ്ടല്ലോ, നാളെ പരലോകത്ത് അപമാനത്തിന് കാരണമാകുന്ന ഒന്നാണ്. വനദാമത്തുൻ, ദുഃഖത്തിന് കാരണമാകുന്ന ഒന്നാണ്. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ വഅദ്ദല്ലദി അലൈഹി, നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നീ നേരാവണ്ണം നിർവഹിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് നിനക്ക് ഇത് ദുഃഖമാണ് കേട്ടോ അബൂദറേ എന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ.
സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ എന്നൊക്കെ പറയാൻ എളുപ്പ രസ. ചില ആളുകൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ മീറ്റിംഗിന് വരില്ല. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോ പറഞ്ഞു അയാൾ പള്ളിക്ക് വരലില്ല. എന്താ കാരണം? അയാളെ പ്രസിഡന്റ് ആക്കാത്തോണ്ട്. ഇവിടെ നല്ല പ്രസിഡന്റ് ആക്കാത്തോണ്ട് പള്ളിക്ക് വരുന്നില്ല. അപ്പൊ ആദ്യം വെള്ളിയാഴ്ച മാത്രം വരുമായിരുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് വരുന്ന ജമാഅത്തിന് നാട്ടിലുണ്ടായിട്ടും വരാത്ത ആളെ പള്ളിന്റെ പ്രസിഡന്റ് അല്ല, മെമ്പറിനാക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരനാണ്. അതുകൊണ്ട് അയാൾക്കൊരു എന്തോ ഒരു അഭിമാനക്കേട്. ഞാൻ ഈ നാട്ടിൽ ഇത്രയും വലിയ പണക്കാരനും കോടീശ്വരനായിട്ട് ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആക്കാൻ എന്നെ പറ്റൂലെങ്കിൽ പിന്നെ ആ പള്ളി എനിക്ക് ബന്ധമല്ല. അപ്പൊ ഇയാളെ പണം എന്തിനാണ്? പ്രസിഡന്റ് ആവാനാ ആണോ? സെക്രട്ടറി ആവാനാ? അങ്ങനെ ചില ആളുകളുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലം വരും. ആ കാലം വന്നാൽ നിങ്ങൾ ചിലരെ പിടിച്ച് സ്ഥാനത്തിടും. എന്തിനാണെന്നറിയോ? അയാൾ അതിന് യോഗ്യനായിട്ടല്ല, അയാളുടെ ഷെറില്ലാതിരിക്കാൻ. ആളുകൾ പറയും അയാൾ ഇരുന്നോട്ടെ, അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫുട്ബോളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഏറ്റവും തല്ലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ വളണ്ടിയറാണ്. എന്നാ പിന്നെ ഓല പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ലോകം മാറുമെന്ന് പറഞ്ഞതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. റബ്ബ് എന്നെയും നിങ്ങളെയും ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ഹദീസ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മാ മിൻ ആബിദിൻ യസ്തറഈഹില്ല റഅയതൻ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഅയതിഹി. ഒരാൾക്ക് ഒരു അധികാരം കിട്ടി, ഉത്തരവാദിത്തം കിട്ടി. ആ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുത്തു. പക്ഷെ അയാൾ ജനങ്ങളെ ചതിച്ചുകൊണ്ടാണ്, ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ടാണ്, കളവ് ചെയ്തുകൊണ്ടാണ്, ചതി ചെയ്തുകൊണ്ടാണ് അയാൾ മരിച്ചതെങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം വരെ അയാൾക്ക് നിഷിദ്ധമാകും. നിങ്ങളൊക്കെ കുടുംബത്തിലൊക്കെ MLA ആയവരും മെമ്പർ ആയവരൊക്കെ ഉണ്ടല്ലോ, MP മാരായവരൊക്കെ അല്ലേ, പരിചയക്കാരൊക്കെ അല്ലേ. 5 വർഷം ചാൻസ് കിട്ടിയിട്ട് രാഷ്ട്രീയം നിൽക്കട്ടെ, എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഭംഗിയായി ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? ഓഹരി വെച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോയിട്ടുണ്ടോ? ഉണ്ടോ? കോൺട്രാക്ടർമാര് ഇതിന് പാസ്സായത് 2 കോടിയാണ്. അത് അതുപോലെ നിർവഹിച്ചിട്ടുണ്ടോ? അയാൾക്ക് അതിൽ ലാഭമുണ്ട്, അനുവദിച്ച ലാഭമുണ്ട്, അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടോ? ചതിയും വഞ്ചനയും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വീട് കൊട്ടാരം പോലെ പണിതിട്ടുണ്ടോ? ഒക്കെ മറുപടി പറയാൻ നാളെ എഴുന്നേറ്റ് നിൽക്കും പടച്ചോന്റെ കോടതി, അള്ളാന്റെ കോടതി. അല്ലാഹ് എന്നെയും നിങ്ങളെയും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എന്നെയും നിങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി. ഒരാൾ പ്രവർത്തിക്കുന്നത് ആരെങ്കിലും കേൾക്കാനും അറിയാനും പ്രശംസിക്കാനും ആണെങ്കിൽ അല്ലാഹു തആല ആളുകളെ കേൾപ്പിക്കും. ഒരാൾ പ്രവർത്തിക്കുന്നത് അയാൾക്ക് കീർത്തി കിട്ടാനാണെങ്കിൽ അയാൾക്ക് ആ കീർത്തി അല്ലാഹു ഭൂമിയിൽ കൊടുക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ചിലത് പരസ്യമായിട്ട് ചെയ്യേണ്ടി വരും, അതൊന്നും തർക്കമില്ല. അത് പരസ്യമായിട്ട് തന്നെ ചെയ്യണം. ഈ ജനങ്ങളുടെ ചോദ്യം ചെയ്യലുണ്ടാവും, പരസ്യമായിട്ട് ബോർഡ് വെക്കേണ്ടി വരും, എത്ര ഫണ്ട് കൊടുത്തു ഒക്കെ അറിയിക്കേണ്ടി വരും, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാനും നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം, ചില ആളുകൾ ചാരിറ്റി ചെയ്യണം എന്തിനാണ്? പത്രത്തിൽ വരാൻ ആകെ 500 റുപ്യന്റെ സാധനം, അതിന് 5000 പരസ്യ. മനസ്സിലായില്ലേ? വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കേട്ടോ. ചാരിറ്റി വേണം ദീനില്, ഇത് തർക്കല്ല. കൊടുക്കുന്നതന്നെ അഥവാ മൊബൈൽ എങ്ങാനും കംപ്ലൈന്റ് ആണെങ്കിൽ അന്ന് കൊടുക്കണില്ല, ഇത് ശരിയില്ല, ഫോട്ടോ ക്ലിയർ ആവില്ല. റമദാനിന് ഗേറ്റ് അടച്ചിട്ടിരിക്കുക ചങ്ങാതി. ഞങ്ങൾ യാത്രക്കടയിൽ കണ്ടതാ, ഞങ്ങൾ നിർത്തി ചോദിച്ചതാ, എന്താ നിങ്ങൾ ഇവിടെ അങ്ങനെ നിൽക്കണേ? കുറെ സ്ത്രീകളും പുരുഷന്മാരും ഗേറ്റിൽ, ഒരു 10-20 ആളുകളുണ്ട് അവിടെ. റമദാൻ നല്ലൊരു കിറ്റ് തരും, അത്യാവശ്യം നല്ല ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ, ഒരു മാസം ജീവിക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങളൊക്കെ അടങ്ങിയ കിറ്റാ. ഇതെന്താ നിങ്ങൾ വാങ്ങാത്തത്? അത് കുറച്ചുകൂടി ആളുകൾ വന്നിട്ട് ഗേറ്റ് തുറക്കുള്ളൂ. ഇത് ബസ്സിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം, എന്താ ഇവിടെ ആള്? അതിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം, എന്താ ഇവിടെ കുറെ ആള്? അപ്പൊ അവരൊക്കെ പറയും ഇവിടെ കിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കൂട്ടം കൂടിയിട്ട് അയാളെ പുറത്തിറങ്ങി തിരക്കല്ലേ, എല്ലാവർക്കും ഇതൊരു ലൈനിക്ക്. മനസ്സിലായോ? നിന്നൊക്കെ റബ്ബ് പടച്ചോന്റെ കോടതിയിൽ, റബ്ബിന്റെ കോടതിയിൽ
ഈ ജനകോടികളുടെ മുമ്പിൽ നീ ആളുകളുടെ അഭിമാനത്തെ പിച്ചി ചീന്തിയതുപോലെ നിന്നെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കോടതിയുണ്ട്. ചില ആളുകൾക്ക് കീർത്തിയും പ്രശസ്തിയും അതുപോലെ തന്നെ അറിയപ്പെടലുമാണ് ആവശ്യം. ചിന്തിക്കണം, ആലോചിക്കണം. അതുകൊണ്ട് ഓരോരുത്തരും ഈ പള്ളിയിൽ വന്ന ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് അവസ്ഥ? ഞാൻ ആരും അറിയാതെ എന്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, ചെറുതും വലുതുമായിട്ട് ഉണ്ടാവാം, മനുഷ്യരല്ലേ. അതുപോലെ ആരും അറിയാത്ത നന്മ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇന്ന് ഖുത്ബ കഴിഞ്ഞ് പോകുമ്പോ അവന്റെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമായിട്ടോ, ഞാൻ ആരും അറിയാതെ എന്റെ ജീവിതത്തിൽ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല. അല്ലാഹ് എന്നെ കാത്തു, എന്റെ അഭിമാനത്തെ കാത്തു. ആരും അറിയാത്ത നന്മകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ? ചിലപ്പോ മരിച്ചാലാണ് പറയാ. ഖലീഫ മരിച്ചപ്പോ ഒരു സ്ത്രീ കരഞ്ഞു പറഞ്ഞില്ലേ, നീ എന്റെ ഒട്ടകത്താര കറന്നു തരികയാണ്. അപ്പോഴാണ് ആളുകൾ അറിഞ്ഞത് എന്നും ഒട്ടകത്തെ കറന്നു കൊടുക്കൽ ഇയാളാണ്. ഇനി എനിക്ക് ആരാ കിറ്റ് തരിക? അപ്പോഴാ അറിഞ്ഞത് ഇതുവരെ തന്നത് അവരാണ്. ഇനി എന്റെ കുട്ടി ആരെ പഠിപ്പിക്കുക? അപ്പോഴാ അറിഞ്ഞത് അയാളാ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ആരും അറിയാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ചോദിക്കാൻ മനസ്സിലാക്കി കേട്ടോ. എല്ലാവരും റബ്ബ് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പ് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ലോകമാന്യത സംഭവിക്കാതെ, റിയാ സംഭവിക്കാതെ നന്മകൾ ചെയ്യാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ആളുകളെ സഹായിക്കുമ്പോൾ, ആളുകൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ കൂലിയും പ്രീതിയും സ്വർഗവും ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ സഹായിക്കുന്നവർക്ക് നീ കൂടുതൽ സഹായം നൽകണേ അല്ലാഹ്. അള്ളാഹു, വേദനിക്കുന്ന ആളുകൾക്ക് നീ അറുതി ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിന്റെ പേരിൽ വേദനിക്കുന്നവർക്ക് നീ ആശ്വാസം കൊടുക്കണേ അല്ലാഹ്. അഭയം നൽകണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ക്രയവിക്രയങ്ങളിൽ, ബിസിനസ്സുകളിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആരോഗ്യത്തെ നിലനിർത്തുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, മാരകമായ അസുഖങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.